ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. സോ എൻ്റെ മുഖമൊക്കെ ഡള്ളായി. സോ സ്കിൻ കെയർ നോക്കിയപ്പോഴേക്കും സൺസ്ക്രീൻ കണ്ണിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു എരിവും അതുപോലെ അങ്ങനെ കണ്ണ് ചുമന്നു. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. കണ്ടീഷണറൊക്കെ ചെയ്തു, ജസ്റ്റ് ഉണങ്ങാനായിട്ടൊക്കെയാണ്. വന്നിട്ട് നമ്മൾ കൺസീലർ നമ്മൾ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അത്രയും ഫെയ്ഡ് ആവില്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഫൗണ്ടേഷൻ ഇടുന്നില്ല മടിയാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കുറച്ചല്പം കൊടുക്കുന്നുള്ളൂ, കാരണം വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ സംഗതി ഒഴുകിപ്പോരും. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ജസ്റ്റ് ഇടുന്നുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തിടുക അതടുത്തേക്ക്. കണ്ണിച്ചിട്ടും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഓക്കെ, ജസ്റ്റ് ബ്രഷിൻ്റെ എന്തുണ്ടെങ്കിൽ ബ്ലെൻഡർ ജസ്റ്റ് ഇതൊരു വേറെ ബ്രഷാണ്. മറ്റേതിൻ്റെ അത്രയും വിലയില്ല. ഇതുപോലെ കുറച്ച് ഐറ്റംസിന് ഒരു ചെറിയൊരു കവറേജാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് കാണിക്കണം, താമസിക്കില്ല. അല്ലെങ്കിൽ അത് അവിടെ ഉണങ്ങി പിടിച്ച് അവിടെ ഇരിക്കും. ഇട്ട് കഴിഞ്ഞ് കവറേജ് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇട്ട് നോക്കാം. കണ്ണിൻ്റെ കുറച്ചുകൂടെ ഇനി എങ്ങനെയാണെന്നറിയില്ല. ഇന്ന് സ്പെഷ്യാലിറ്റി ഉണ്ട്, ഞാനിന്ന് കണ്ണ് എഴുതുന്നുണ്ട്. കണ്ണ് എഴുതാറില്ല, സോ ഐലൈനർ. ഓക്കെ, കോർണറിൽ എല്ലാം മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ണെപ്പോഴും ഇമ്പോർട്ടൻ്റ് കാര്യം. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇതൊരു ഓയിലി ഫീല് വരും. അത് മാറ്റുമ്പോൾ കണ്ണിന് മാക്സിമം ഇത് കൊടുക്കുക. ഒരു ചെറിയൊരു കവറേജ് വന്നിരുന്നു. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോസ് കുറച്ച് നാച്ചുറലായിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ ഐബ്രോസ് ജെല്ലാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്ന് നാച്ചുറൽ എഴുതി നോക്കും. കാര്യം ഇത് കുറച്ച് ഡ്രൈ ആയി, അതുകൊണ്ട് കറക്റ്റായിട്ട് വരുമെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പെൻസിലും കൂടെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് CV ഒന്ന് റെഡിയാക്കാം. ത്രെഡൊന്നും ഞാൻ ചെയ്തില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ജസ്റ്റ് ആ ത്രെഡ് ഇതുപോലെ ആക്കി വെക്കണം, അധികം പെരുവോ എനിക്കില്ല. ഓക്കെ, ബ്രഷ് യൂസ് ചെയ്യും.
വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരേണ്ട ആവശ്യം നമുക്കുണ്ട്. കുറിച്ചിട്ട് ഞാൻ കുറിപ്പിക്കാൻ ചെയ്യാം. വരേണ്ട ആവശ്യമുണ്ട്. കുറച്ചൊന്ന് ത്രെഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇത്രയും മെനക്കെടേണ്ട കാര്യമില്ലായിരുന്നു. ആനപ്പിരിവ് നമ്മുടെ ഐബ്രോസിലാണ് നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം അറിയാൻ പറ്റുന്നത്. മനസ്സിലായി? നമുക്കത് ചീവ് റെഡിയാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ചെയ്യും. ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും സെറ്റായിക്കോളും. വരുത്തണമെങ്കിൽ ലാസ്റ്റ് വരുത്താം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും സംഗതി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കണ്ണെഴുതാൻ പോവുകയാണ്. ഓക്കെ, കണ്ണെഴുതുമ്പോൾ കുറച്ച് വെള്ളം വരുന്ന പ്രശ്നമുണ്ട്. ഇത് സ്റ്റുഡിയോന്ന് മേടിച്ച ഒരു ഐബ്രോ ഐലൈനറാണ്. സോ ഇത് വന്നിട്ട് കുറച്ച് ഗിൽറ്റിയാണ്. ഇത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഗിൽറ്റി ആയിരിക്കും, ബ്ലാക്ക് ഗിൽറ്റി. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളത് മേലെ വാശനും റിമൂവർ കൊണ്ട് കളഞ്ഞിട്ട് വേണം കണ്ണ് കഴുകാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഗിൽറ്റ് പോകുന്നതായിരിക്കും. കുറച്ച് മാരേജ് അല്ലേ, അപ്പം റെസണേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഇത് കൊള്ളാം. കണ്ണിൻ്റെ ഉള്ളിലേക്കടയും പോലെ ഗിൽറ്റി സംഗതി ആയതുകൊണ്ട് ഇത് ഡ്രൈ ആകുമ്പോഴേ അതിൻ്റെ ഗിൽറ്റി അറിയാൻ പറ്റുള്ളൂ. പാലായിപ്പോയി. ഞാൻ ഇപ്പോഴും കട്ട് ചെയ്ത് ഇടുന്നത് കുറച്ചുകൂടെ ആഡ് ചെയ്യണം. കണ്ടോ, മനസ്സിലായ വ്യത്യാസം കൊണ്ട് ഗിൽറ്റി ആണെന്നല്ലോ. ഇത് അയ്യോ ഒരു ഇതുപോലെ വന്നു, അത് കളയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് കൺവീലി ഒന്ന് എടുത്താൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ കണ്ണ് ചുമന്ന് വെള്ളം വരുമൊന്നും എനിക്കറിയില്ല. സോ അതാണ് റിസ്ക് എടുക്കാത്തത്. മാരേജ് അല്ലേ. ജസ്റ്റ് വന്നിട്ട് ഈ ഒരു കുറച്ച് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നല്ല മസ്കാര, നല്ല സ്മെല്ലുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ മേടിക്കാൻ പോകുമ്പോഴൊക്കെ സ്മെല്ല് വളരെ മോശമാണ്, ഞാൻ മേടിക്കാറില്ല. ഇതിന് എന്താ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇത് ട്രാവൽ ഫ്രണ്ട്ലിയാണ്, നമുക്ക് കൊണ്ടുപോകാം.
കുഴപ്പമില്ല, നാച്ചുറലായിട്ട് ഇത് കേൾ ചെയ്യുള്ളൂ. അത് അനാവശ്യമായിട്ട് കേൾ ചെയ്യുള്ളൂ. അതതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ. കണ്ണിൻ്റെ അടിയിൽ എഴുതണമെന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എഴുതി നോക്കാൻ ഭംഗിയുണ്ട്. കാര്യം കണ്ണിൻ്റെ അടിയിൽ എഴുതിയ അത്ര പെർഫെക്റ്റ് അല്ല, ക്വാളിറ്റി അല്ലാത്തതാണ്. അതുകൊണ്ട് താഴത്തേക്ക് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ആവും. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. കണ്ണിൻ്റെ അടി കണ്ണെഴുതുന്നത് സ്കിപ്പ് ചെയ്യുവാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ ഉള്ളിൽ സ്കിപ്പ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു കോമ്പാക്റ്റ് ഇത് എത്രത്തോളം ഇടാൻ പറ്റും എത്രത്തോളം ഇടും. ഭയങ്കരമായിട്ട് ഇടാവും. ഇഷ്ടമുള്ള ബ്രഷ് വെച്ച് ഇടാം. ഇത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കാണ്. സോ അധികം ഓവർ ഇത് കൊടുക്കുന്നില്ല. കണ്ണിൻ്റെ പൊക്കത്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടും. ലിപ്സ്റ്റിക്കാണ്. നമുക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ റെഡ് ലിപ്സ്റ്റിക് അല്ല ഡാർക്ക് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു മച്ചന്ത ഡാർക്ക് ആ ഒരു ലിപ്സ്റ്റിക്കാണ്. സോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ലിപ് ബാം ഇടുക ഫസ്റ്റ് തന്നെ. പിന്നെ ഇതൊരു ഡാസ്ലറിൻ്റെയാണ്. ഇത് ഭയങ്കര സിറപ്പിൻ്റെ സ്മെല്ലാണ്. നല്ല ഒരു ഇതാണ്. ഹെയർ സ്റ്റൈൽ ഞാൻ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യുമെന്നറിയില്ല. എൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുത്തു കൊടുക്കും. ഇത് 2 കൂട്ട് കൊടുത്താലേ കുറച്ച് പെർഫെക്റ്റ് ആവുള്ളൂ. ഇത് ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഞാൻ ഡ്രസ്സിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറില്ല. ഓക്കെ. നല്ല കളറാണ്. ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഫേസ്. അത്ര കണ്ടില്ലേ? ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ടിട്ട് നമ്മുടെ കണ്ണിൻ്റെ പൊക്കത്തൊന്ന് ജസ്റ്റ് ഐ ഷാഡോ ചെയ്യും. ഇത് കണ്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിന് പ്രത്യേകിച്ച് എനിക്ക് ഐ ഷാഡോ ഒന്നുമില്ല, പാലറ്റൊന്നുമില്ല. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അത് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് വെച്ച പോലെ ഇരിക്കും. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരമുണ്ട് ഇങ്ങനത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്. എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇത്രയും ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ കണ്ണിൻ്റെ ലൈറ്റ് ഇട്ടു. എനിക്ക് അങ്ങനെ ഓവർ ഇഷ്ടമല്ല. ഇങ്ങനെ ഇട്ടു. ഇനി ജസ്റ്റ് നമ്മൾ ഒരു പൊട്ടാണ്, ഗോൾഡൻ പൊട്ട് വേണോ അതോ ബ്ലാക്ക് പൊട്ട് വേണോ എന്ന് ഞാൻ ഡ്രസ്സിനനുസരിച്ച് ഞാൻ സെറ്റാക്കാം. പിന്നെ ഹെയർ എനിക്ക് എങ്ങനെ കെട്ടണമെന്നാണ് എനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലാത്തത്. ഇനി ഇപ്പം സെറ്റായിട്ട് റെഡി ആയാലും ഹെയർ ഒന്നെങ്കിൽ അയച്ചിടും, ചിലപ്പോൾ അയച്ചിട്ട് ചേരത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ മുടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. ഹെയർ മാത്രം ഡൈ ചെയ്യാൻ എനിക്ക് അറിയില്ലാത്തത്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടൊക്കെ തൊട്ടിട്ട് ഡ്രസ്സപ്പ് ചെയ്യാം. എന്നിട്ട് ഏത് ഡ്രസ്സ് ഇട്ടുണ്ടോ പോവാൻ നമുക്ക് ആദ്യം തന്നെ തീരുമാനിക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് പൊട്ട് തൊടുന്നത്. ഇത് തൊട്ടിട്ട് ഞാൻ ആ ഒരു കോസ്റ്റ്യൂമിൽ നമുക്ക് ചേരുന്നുണ്ടതിനനുസരിച്ച് പൊട്ട് ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ മറന്നു പോകും, എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു പോകും. കണ്ടപ്പോഴാട്ടോ ആലോചിച്ചത്. സോ അങ്ങനെ അത്തിക്കൊന്നുമില്ല.
സോ ജസ്റ്റ് ലൈക്ക് ഓക്കെ. എനിക്ക് ആ ഒരു മൂക്ക് ആരും പേടിക്കണ്ട. എൻ്റെ അനിയനോടെ എന്താണോ ഓക്കെ അധികമല്ല, ലൈറ്റായിട്ടേ ഉള്ളൂ, ഒരു ലൈറ്റ് ഗ്ലോ അത്ര മതി. ഓക്കെ ഡൺ. ഓക്കെ ഫ്ലാറ്റ്. ഓക്കെ രണ്ടായില്ലേ, രണ്ടായി. ഇനി നമുക്ക് കോസ്റ്റ്യൂം ഇടാം. ഫൈനലി ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ്. ഈ കളറാണ്. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് ഭയങ്കര നല്ല നല്ല കനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ചേച്ചിയുടെ ഡ്രസ്സാണ്. ഞാൻ കല്യാണത്തിന് പോകുന്നൊന്ന് ഇട്ട് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കാമെന്നുള്ള രീതിയാണ്. എനിക്ക് ഗോൾഡൻ കളറിലെ പൊട്ട് നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, നീ ആരെയും എടുത്തുകൊണ്ട് പോയാന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെയാണ്, ഫുൾ ഒരു ഗൗണാട്ടോ ഇത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഷാള് ഉണ്ട്. നമുക്ക് നോക്കാം ഇത് ഓക്കെ ആവുമെന്ന്. ഞാനിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ചേച്ചിക്ക് എനിക്ക് പൊക്കമുണ്ട്, അപ്പോൾ എനിക്ക് പൊക്കം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഈ ഗൗൺ ഭയങ്കരമായിട്ട് നിലത്ത് കൊണ്ട് നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. തട്ടി വീഴും നീ എന്നൊക്കെയാണ് അമ്മ പറയണം. അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഷാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗോൾഡൻ പൊട്ട് വേണമായിരുന്നു. ഓക്കെ മുടി എങ്ങനെ കെട്ടുമെന്നാണ് ഞാനിപ്പോൾ അഴിച്ചിടുന്നത്. അതാ എങ്ങനെയാണ് അതും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കമ്മൽ ഇത് മതിയോ എന്നൊരു മതിയോ എന്ന് ആലോചിക്കുന്നു. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യും വേറെ ഡ്രസ്സ് പറ്റിയില്ലെങ്കിൽ. അപ്പം ഞാൻ ആദ്യത്തെ ഞാൻ കാണിക്കാം. ആണ് ഇതാണ്. അത് കുറച്ച് സിമ്പിളാണ് എന്നാലും എലഗൻ്റ് ആണ്. അത് ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചൊരു ടോപ്പാണ്. സൂപ്പറാണ്. നല്ല ഇതുകൊണ്ട് ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ആലോചിക്കും മുടി വെച്ചിരുന്ന അത് ഇങ്ങനെ തന്നെ പോകണോ. അപ്പം ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഷാളെന്ന് പറഞ്ഞാൽ. എനിക്ക് ഇതെങ്ങനെ കാണിക്കുന്ന ക്യാമറ ഒന്നും എനിക്ക് അറിയില്ല. ഇതൊന്ന് നേരെ റൗണ്ട് ചെയ്തിട്ടൊന്ന് റെഡി നോക്കാം. ഇങ്ങനെ ഫുൾ എനിക്ക് എടുക്കണമെന്ന് എനിക്കറിയില്ല, ഇനി ഫുൾ എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ മുടി അഴിച്ചിടണോ മുടി കെട്ടണോ എന്നൊരു ഡൗട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത്. ഇത് ഇടണോ മറ്റേത് ഇടണോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, അങ്ങനെ ഫൈനലി ഞാൻ ആ ഡ്രസ്സ് മാറ്റി. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഭാഗത്തൊക്കെ ഭയങ്കര ചെളിയാണ്. സോ ഞാൻ നടന്നു പോകുമ്പോൾ വല്ല വണ്ടിയും വന്ന് ചെളി വീണു എനിക്ക് കല്യാണത്തിനും പോകാൻ പറ്റില്ല, ഡ്രസ്സും മോശമാവും. അതുകൊണ്ട് ഞാനത് മാറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക ഗിൽറ്റിയാണ്, ശ്രദ്ധിച്ചറിയാൻ പറ്റും. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. പിന്നെ ഈ കമ്മൽ കുറച്ച് ഓവറാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കൂടെ ഇതിട്ടാലോ നോക്കട്ടെ. അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ല. ഇതും ഒരു ടോപ്പാണ്, നോർമൽ കുർത്ത. പിന്നെ ലെഗിൻസ് വന്നിട്ട് ക്രീം കളർ ഒരു ലെഗിൻസാണ്. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ. ഇത് വേണം. ഓക്കെ, പിന്നെ ഹെയർ സ്റ്റൈലൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കായിട്ടൊരു വാച്ച്, പിന്നെ ഇങ്ങനൊരു കമ്മൽ കോമൺ ആയിട്ട് ഇടുന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ മിനി സ്ട്രെയിറ്റിന് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ മുടി സ്ട്രെയിറ്റിനായിട്ടാണ് ഇരിക്കുന്നത്, ഒട്ടും ഉള്ളില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്താൽ ഒട്ടും മുടിയില്ലാത്ത പോലെ ഇരിക്കും. ഇതാകുമ്പോൾ ഞാൻ കണ്ടീഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉള്ളുള്ള പോലെ എങ്കിലും ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കെട്ടാനൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് ടിക് ടിക് ചെയ്തു. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പിരിച്ചിട്ട് ഇവിടെ ചെയ്തു. അങ്ങനെ ഇനി എത്ര നേരം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ വല്ല ഒരുങ്ങാൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ
കല്യാണമായിട്ട് ഒരുങ്ങാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഈ കുർത്ത വേണമെങ്കിൽ ഞാൻ ഐ തിങ്ക് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ഇട്ടായിരുന്നു ഈ കുർത്തയുടെ ഇത്. ഞാൻ പുറത്ത് എന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ കുർത്ത. സോ ഇവിടെയൊക്കെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്, പിന്നെ ഇതിങ്ങനെ ഒരു ഇതുണ്ട്. സോ ഫുള്ളായിട്ട് കാണിക്കാൻ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതാണപ്പോൾ ഒരു ഫൈനൽ ലുക്ക്.